ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വെഞ്ചറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ സീരീസാണ് ചെയ്യുന്നത്. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, എന്തെങ്കിലും ഒരു ക്യാച്ചുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. അപ്പം ഇത് നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ ബാക്കി വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നൊരു പോയിൻ്റ് എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ വയർ 10 ohm ആണെന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 10 ohm ആണ് തന്നിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ എ ലെങ്ത് 1/10 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അതായത് നിലവിലുണ്ടായിരുന്ന ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 1/10 സ്ട്രെച്ച്ഡ് ബൈ 1/10 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നിലവിലുണ്ടായിരുന്നതിൻ്റെ 10 കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ലെങ്ത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്. എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമൽ രീതിയിൽ ചെയ്താൽ നമുക്കതിനെ ഒരു 50 സെക്കൻഡ്സിൽ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ സ്പീഡ് ചെയ്യാൻ നമുക്കിവിടെ ഒരു ചെറിയ മാർഗ്ഗമുണ്ട്. ആക്ച്വലി ഈ ടോട്ടൽ ലെങ്ത് ഇപ്പം ന്യൂ ലെങ്ത് L1 എന്ന് പറയുന്നത് L + 1/10 ഓഫ് L നമുക്ക് എങ്ങനെ എഴുതാം? 0.1 ഓഫ് L എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായി? L1 എന്ന് പറയുന്നത് 1.1 L എന്നായി. ഇനി ഒരു കാര്യമുണ്ട്, ഈ ടൈപ്പ് ഓഫ്, അതായത് സ്ട്രെച്ച്ഡ് ബൈ എ ലെങ്ത് ഓഫ് ഡാഷ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ, അപ്പോൾ നമുക്കിപ്പോൾ ന്യൂ ലെങ്ത് കണ്ടുപിടിച്ചു. ആ ലെങ്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വേരിയബിൾ ന്യൂ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചപ്പം ആ ലെങ്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ മാഗ്നിഫൈ ചെയ്യാൻ വന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ N എന്ന് പറഞ്ഞെടുത്ത് എഴുതുക. എന്തെന്ന് പറഞ്ഞെഴുതുക? N എന്ന് പറഞ്ഞെഴുതുക. എന്നിട്ട് ഈ സ്ട്രെച്ച്ഡ് ബൈ എ ലെങ്ത് ഓഫ് Nൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ ക്യാച്ച്. ആ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഈ ടൈംസ് എത്രയാണോ ആ N സ്ക്വയർ ടൈംസ് നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് എത്രയാണോ അതങ്ങ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫോർമുല ടു ക്യാച്ച് ദാറ്റ് റെസിസ്റ്റൻസ്. അതായത് സ്ട്രെച്ച്ഡ് ബൈ എ പർട്ടിക്കുലർ ലെങ്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് N എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടു? 1.1ൻ്റെ സ്ക്വയർ. നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം? 10 ആണെന്ന് അറിയാം. 1.1 എന്ന് പറഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1.21 × 10 എന്ന് കിട്ടും. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 12.1 ohm ആയിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ.